ഹലോ. ഇനി ശരിക്കുള്ളൊരു സ്റ്റോറി പറയാം. പണ്ട് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നാളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിസ് എനിക്ക് പറഞ്ഞു തന്ന കഥയത്. അപ്പോൾ കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു സ്ഥലത്തൊരു വലിയ കൃഷ്ണഭക്തനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറേ നാൾ തപസ് ചെയ്ത് കൃഷ്ണനെ പ്രത്യക്ഷപ്പെടുത്തും. അപ്പോൾ ആസ് യൂഷ്വൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കും, ഭക്ത നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന്. അപ്പോൾ അയാൾ പറയും, ഭഗവാൻ എനിക്ക് അതിന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉള്ളൂ, അത് ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ വിട്ടിട്ട് പോകരുത് എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും, ഓക്കെ, നിൻ്റെ ആഗ്രഹം ഗ്രാൻഡഡ്. അങ്ങനെ അയാൾക്ക് ആ വരം കിട്ടും. അയാൾ ഭയങ്കര ഹാപ്പിയാവും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അയാൾ ഒരു ദിവസം കടൽ തീരത്തേക്കൂടെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അയാൾ നോക്കുമ്പോൾ 4 കാൽപാദങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഓക്കെ, കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ട്, ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് അയാൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെയും കുറേ നാളുകൾ കഴിഞ്ഞു. അയാൾക്ക് ഭയങ്കര കഷ്ടകാലത്തിൻ്റെ സമയം വന്നു. ദാരിദ്ര്യവും രോഗങ്ങളും അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിട്ട് പോയി, അങ്ങനെ കുറേ വിഷമങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ കടൽ തീരത്തേക്കൂടെ നടന്നു പോയപ്പോൾ അയാൾ നോക്കിയപ്പോൾ 4 കാൽപാദങ്ങൾക്ക് പകരം 2 കാൽപാദങ്ങളെ കാണുന്നുള്ളൂ. അപ്പോൾ അയാൾ മനസ്സിൽ വിചാരിച്ചു, ഭഗവാനും മനുഷ്യരെ പോലെ തന്നെ കഷ്ടകാലം വന്നപ്പോൾ എന്നെ വിട്ടിട്ട് പോയല്ലോ, പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ഒരു വരം തന്നതല്ലേ, ഇതങ്ങനെ ചോദിക്കാതെ വിട്ടാൽ പറ്റില്ല, ഇത് ഭഗവാനോട് ചോദിച്ചിട്ട് തന്നെ കാര്യമുണ്ട്. ആൾ വീണ്ടും തപസ് ചെയ്യും, വീണ്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ചോദിക്കും, ഭക്ത ഈ പ്രാവശ്യം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അയാൾ പറയും, ഭഗവാനെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, കഷ്ടകാലം വന്നപ്പോൾ എല്ലാവരും വിട്ടുപോയി, ഇവിടെ അങ്ങും എന്നെ വിട്ടുപോയല്ലോ, ഞാനിങ്ങനെ കാൽപാദം കണ്ടപ്പോൾ 2 കണ്ടുള്ളൂ എന്നുള്ള കാര്യം അയാളോട് പറയും, ഭഗവാനോട് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും, എടാ മണ്ട, നീ കണ്ട ആ 2 കാൽപാദം അത് എൻ്റെ ആയിരുന്നു, നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നീ എന്താണെങ്കിലും അനുഭവിക്കണം, പക്ഷെ അത് നിനക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അധികമായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ എൻ്റെ തോളിൽ ചുമന്ന് നടന്നതാ, അതാണ് നീ 2 കാൽപാദം കാണാനുള്ള കാരണം. അപ്പോൾ അയാൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവും, അയാൾ ഹാപ്പിയാവും. പക്ഷേ ഈ വരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. പണ്ട് ഈ ഏതെങ്കിലും വല്ല വനദേവതയോ ഏതെങ്കിലും ദേവിയോ ദേവനോ ഒക്കെ പ്രത്യക്ഷപ്പെട്ട് എന്നോടെങ്ങാനും, മോളെ നിനക്ക് എന്ത് വരമാണ് വേണമെന്ന് ചോദിച്ചാലോ എന്ന് ഓർത്ത് ഞാൻ മനസ്സിൽ കൊണ്ടേ നടന്നൊരു വരവുണ്ടായിരുന്നു, എൻ്റെ അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും അമ്മയോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടായിരിക്കുന്നു, പക്ഷെ അത് മാത്രമല്ല, അമ്മ ഹാപ്പി ആവണമെങ്കിൽ ഞാൻ ഹാപ്പി ആവണം, എൻ്റെ ചേച്ചി ഹാപ്പി ആവണം, അനിയത്തി ഹാപ്പി ആവണം, അച്ഛൻ ഹാപ്പി ആവണം, പിന്നെ ബന്ധുക്കളും അടുത്തുള്ളവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം, പിന്നെ വീട്ടിൽ പട്ടിയും പൂച്ചയും പശു വരെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞ് വെറുതെ ദൈവത്തിനെ കൺഫ്യൂസ് ചെയ്യിക്കണ്ടല്ലോ. ഇതാകുമ്പോൾ ജസ്റ്റ് ക്രിസ്പായിട്ട് എൻ്റെ അമ്മ ഹാപ്പി ആവണമെന്ന് മാത്രം പറഞ്ഞാൽ പോരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ വരായിട്ട് ചോദിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.